തിരുവനന്തപുരം വെമ്പായത്ത് KSRTC ബസ് കടയിലേക്ക് ഇടിച്ചു കയറി. നിരവധി പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്? KSRTC ബസ്സാണ്, അത് നിയന്ത്രണം വിട്ടാണോ ഈ കടയിലേക്ക് ഇടിച്ചു കയറുന്നത്? ആ കടയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എത്ര പേർക്കാണ് പരിക്കേറ്റത്? പ്രതീക്ഷ, തിരുവനന്തപുരം വെമ്പായം കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. KSRTC ബസ് ഒരു കടയിലേക്ക് ഇടിച്ചു കയറി. ഈ അപകടം ഉണ്ടായ സമയത്ത് കടയിലുണ്ടായിരുന്ന ആളാണോ അതോ വഴിയിലൂടെ നടന്നുപോയ ആളാണോ എന്നറിയില്ല. അല്പം മുൻപാണ് അപകടം നടന്നത്. കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി വരുന്നതേ ഉള്ളൂ. ഒരാൾ റോഡിൽ മരിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മൾ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് അല്പസമയങ്ങൾക്കകം തന്നെ എത്തിച്ചേരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരിക്കേറ്റ ആളുകളെ അവിടെയുള്ള സമീപത്തുള്ള ചെറിയ പരിക്കേറ്റ ആളുകളെ സമീപത്തുള്ള ആശുപത്രിയിലും അല്ലാത്ത ആളുകളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്നും വാഹനം പുറപ്പെട്ടിട്ടുണ്ട്, ആംബുലൻസുകൾ പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഈ കടയ്ക്കകത്തേക്ക് വാഹനം കയറിയിരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അമിത വേഗത്തിൽ എത്തിയ വാഹനം ഇടിച്ചു കയറി എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന വഴിയുടെ സൈഡിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളടക്കം ഇടിച്ചു തെറിപ്പിച്ചാണ് KSRTC ബസ് കടയ്ക്കകത്തേക്ക് കയറിയ നിലയിലുള്ളത്. ഡ്രൈവർക്കടക്കം പരിക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനാവുന്നത്. MC റോഡാണ്, ഒരുപാട് തിരക്കൊക്കെ ഉള്ള റോഡാണ്, പാതയാണ് അവിടെ. അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ വ്യാപ്തി കൂടുതലാണോ? ഒരാൾ മരിച്ചു എന്ന ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരികയാണ്. പരിക്കേറ്റവരെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ? പരിക്കേറ്റവരിൽ ചില ആളുകളുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. ഈ മരിച്ചയാൾ വഴിയിലൂടെ നടന്നുപോയ ആളാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം വാഹനത്തിനകത്തിരുന്ന ആൾ പുറത്തേക്ക് തെറിച്ചു വീഴാനുള്ള ഒരു സാഹചര്യമില്ല. മാത്രമല്ല, കടയ്ക്കുള്ളിൽ അല്ല ഈ ആൾ കിടക്കുന്നത്, റോഡിന് നടുവിലാണ് ഈ മൃതദേഹം ഇപ്പോൾ മരിച്ചയാൾ കിടക്കുന്നത്. ചോര വാർന്ന് ഒലിക്കുന്നത്, റോഡിലൂടെ ഇങ്ങനെ ചോര ഒലിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. എത്ര ആളുകൾക്ക് ഈ ഗുരുതര പരിക്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തത വരുന്നുണ്ട്. പരിക്കേറ്റ ആളുകളെ എല്ലാവരെയും എന്തായാലും ആശുപത്രികളിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്.